ശബരിമല സ്വർണ്ണപ്പാളിയിലെ വിവാദ നായകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തി മാതൃഭൂമി ന്യൂസ് സംഘം. എല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നും മാധ്യമങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. പ്രതികരണം ആദ്യം. ഞാൻ എന്റെ കാര്യങ്ങൾ അഡ്വക്കേറ്റ് മാത്രം കോടതി കൊടുത്തിട്ടുണ്ട്. മീഡിയയോട് ഇപ്പൊ സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പറയും. അതുകൊണ്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പിന്നെ തെളിയിച്ച് പുറത്തു വരേണ്ട എന്റെ ഉത്തരവാദിത്തമാണ്. താങ്ക് യു. അത് മാത്രം ഒന്ന് പറയാം. പിന്നെ വീട്ടുകാരെ ശല്യപ്പെടുത്തരുത്. ഇവിടെ വന്ന് നടന്ന കാര്യം അവരൊക്കെ തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പോഴും ഇതിൽ ഒറ്റ ആളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത് സത്യാവസ്ഥ പോറ്റിക്കാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ അത് തീരുമല്ലോ. അപ്പൊ പിന്നെ മീഡിയ പൊതുജനം മൊത്തം അറിയത്തില്ലേ പോറ്റി? മീഡിയയാണോ ഇവിടെ തുലാസിൽ വെക്കുന്ന ഒരാൾ? അല്ല, അങ്ങനെയല്ല പോറ്റി. ഞാനൊരു ഇത് വയ്ക്കുന്ന കോടതിയല്ലേ? അതെ പോറ്റി. എന്നാലും അല്ല, അങ്ങനെയല്ല പോറ്റി. പോറ്റിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത് മാധ്യമങ്ങളോട് അറിയിക്കാൻ പറ്റത്തില്ലേ? അല്ല പോറ്റി, നമ്മളിപ്പോ നിങ്ങളെ കുറ്റപ്പെടുത്തി മറ്റൊന്നും അല്ല പോറ്റി പറയുന്നത്. എന്ന് വെച്ചാല് അല്ല, ഒരിക്കലും അല്ല പോറ്റി. ഈ നാട്ടില് എനിക്കൊരു ഐഡന്റിറ്റി ഉള്ളതാണ്. ഈ നിങ്ങൾക്ക് തകർക്കാൻ പറ്റുന്ന മുഴുവൻ തകർത്തു. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ വന്നിരിക്കുന്നതാണ് ഇനി അടുത്ത് അവരെ തകർക്കണം, ഞാൻ ശല്യപ്പെടുത്തണം. ഒരിക്കലും പോറ്റി 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 കാര്യം അറിയാൻ വേണ്ടിട്ടാണ്. കോടതി തന്നെ ഹൈക്കോടതി ലാസ്റ്റ് വന്നിരിക്കുന്നതിനകത്ത് സ്വകാര്യമായിരിക്കണമെന്നൊരു അഫിഡവിറ്റിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനല്ല. ഒരു പരിധി കൂടുതൽ വീട്ടിൽ ശല്യമായാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. താങ്ക് യു. മാതൃഭൂമി ന്യൂസ് സൂപ്പർ എക്സ്ക്ലൂസീവ്. ഈ ദിവസത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണമാണ്. അങ്ങനെ വിവാദങ്ങളുടെ പടുകുഴിയിൽ നിൽക്കുമ്പോഴും മാധ്യമങ്ങളോട് ഒന്നുമേ സംസാരിക്കാനില്ല, പ്രതികരിക്കാൻ ഇല്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. എല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, നിയമത്തിന്റെ വഴി തേടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു വാക്ക് പോലും എന്താണ് തന്റെ മുന്നിലേക്ക് തന്നെ കേന്ദ്രീകരിച്ച് തന്റെ പേരിൽ വന്ന എത്രയോ വലിയ ആരോപണങ്ങൾ ഓരോ ദിവസവും മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിടുന്ന ആരോപണങ്ങളുടെ പെരുമഴ ഉണ്ടായിട്ടും ഒരു പ്രതികരണം പോലും നടത്താൻ അദ്ദേഹം തയ്യാറല്ല. ഓട്ടോറിക്ഷയിൽ നിന്ന് ഉച്ചയ്ക്ക് 1:15 ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയത്. ജിബിൻ ജെബിയാണ് പ്രതികരണം തേടിയത്. ജിബിൻ തത്സമയം ചേരുന്നുണ്ട്. ജിബിൻ, ഈ വ്യക്തിയുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം കേൾക്കാനായിരുന്നു കേരളം ആഗ്രഹിച്ചിരുന്നത്. കാരണം ഇത്രയോ ആരോപണങ്ങൾ ഓരോ നിമിഷവും വന്നുകൊണ്ടേയിരിക്കുമ്പോഴും എന്താണ് അതിന്റെ നിജസ്ഥിതി? തന്നെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലധികം വിവാദങ്ങൾ വരുന്നു. അതിൽ ഒരു വരി പോലും എന്തേ അദ്ദേഹം പറയാതെ പിന്തിരിഞ്ഞു പോയി, മുഖം തിരിഞ്ഞു പോയി? എവിടെയായിരുന്നു ഇത്രയും ദിവസം അദ്ദേഹം ഉണ്ടായിരുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് സ്റ്റെഫിൻ നേരിട്ട് ബോധ്യപ്പെടുമ്പോൾ? ജിബിൻ. പ്രജീഷ്, കാരീറ്റിന് സമീപത്തുള്ള പുളിമാത്തിലെ പോറ്റിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പോറ്റി ഇന്ന് ഉച്ചയ്ക്ക് 1:15 കൂടിയാണ് ബംഗളൂരിൽ നിന്ന് വിമാനത്തിൽ എത്തിയ ശേഷം അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ സ്വന്തം വീട്ടിലേക്ക് 1:15 കൂടി എത്തുന്നത്. ആ സമയം തന്നെ നമ്മൾ പ്രതികരണം ആരാഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹം ആ സമയത്ത് സംസാരിക്കാൻ തയ്യാറായില്ല. വീണ്ടും നമ്മൾ പ്രതികരണം ചോദിച്ച സമയത്താണ് പോറ്റി തന്നെ വീട്ടിലേക്ക് നേരിട്ട് വന്ന്, ഗേറ്റിൻ്റെ പുറത്തല്ല വീട്ടിലെ മുൻവശത്ത് വന്ന് നിന്ന് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കില്ല. അദ്ദേഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോലീസിനെ മുൻപിലും കോടതിയുടെ മുൻപിലും പറഞ്ഞോളാം എന്നാണ് ഇപ്പോൾ പോറ്റി അവസാനമായി പ്രതികരിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ ആരോപണങ്ങൾ തനിക്കെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വന്നുകൊണ്ടിരുന്നിട്ടും പോറ്റിക്ക് ആ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണം പോലും ഇതുവരെയും മാധ്യമങ്ങളോട് നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അദ്ദേഹം ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് ബംഗളൂരുവിലാണ്. ഈ കേസ് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ദേവസ്വം ബോർഡിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരു കാര്യം. ആ ഒരു കാര്യത്തിന് ഉത്തരം പറയാൻ ദേവസ്വം ബോർഡിന് പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കോടതി ചോദിച്ച മറ്റൊരു കാര്യമുണ്ട്, പിന്നെ ഇങ്ങനെയാണ് ആരാണെന്ന് പോലും ദേവസ്വം ബോർഡിനെ അറിയാതെ 2019-ലും 2025-ലും ഈ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിട്ടു എന്നുള്ളത്. അതേ ചോദ്യം തന്നെയാണ് നമ്മളും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചത്. പക്ഷേ ആ ഒരു ചോദ്യങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹത്തിന് മറുപടിയില്ല. അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, മാധ്യമങ്ങളോട് അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം വിജിലൻസിനോട് അടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്യുമ്പോൾ പറയും, അതുപോലെ തന്നെ പോലീസിനോട് പറയും, മറ്റാരോടും തന്നെ ഒന്നും അദ്ദേഹത്തിന് പറയാനില്ല എന്നുള്ള ഒരു കാര്യം മാത്രമേ ശനിയാഴ്ച ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നു. അക്കാര്യത്തിൽ അദ്ദേഹം എന്തെങ്കിലും സ്ഥിരീകരണം നടത്തുന്നുണ്ടോ? ക്യാമറയ്ക്ക് മുന്നിൽ അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിൽ വന്നിറങ്ങിയതിനു ശേഷമോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ആശയവിനിമയത്തിനുള്ള സാധ്യത തേടിയോ? എന്താണ്? കാരണം ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണല്ലോ എല്ലാ ഡീലിംഗും നടന്നതായി കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ ഇത്രയും ദിവസം ബാംഗ്ലൂരിലായിരുന്നു. അവിടെ ഉണ്ടായിട്ടുള്ള നീക്കങ്ങൾ അതൊക്കെ വളരെ സംശയാസ്പദമാണ്. ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് എത്തുമോ? അന്വേഷണവുമായി സഹകരിക്കുമോ? ഈ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പോലീസിനോടെല്ലാം പറയാം, അല്ലെങ്കിൽ കോടതിയോട് എല്ലാ കാര്യങ്ങൾ പറയാമെന്നാണ്. അപ്പോൾ സഹകരിക്കുമെന്ന ഒരു സൂചനയാണോ അദ്ദേഹം നൽകുന്നത്?
അത് തന്നെയാണ് പ്രജീഷ്. പോലീസിനോട് കൃത്യമായി സഹകരിക്കുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്നത്. കാരണം അദ്ദേഹം ഈ 1:15 വീട്ടിലേക്ക് പുളിമാത്തിലുള്ള വീട്ടിലേക്ക് എത്തിയ സമയത്ത് നമ്മൾ ആരെങ്കിലും അദ്ദേഹം കാരണം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ ശനിയാഴ്ച വിജിലൻസിന്റെ മുന്നിൽ ഹാജരാവണമെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ടാണ് എത്തിയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എല്ലാം വിജിലൻസിനോട് പറയാം, പോലീസിനോട് പറയാമെന്നുള്ള ഉത്തരം മാത്രമാണ് നൽകിയത്. അതായത് അദ്ദേഹം നൽകുന്ന സൂചനകൾ അനുസരിച്ച് അദ്ദേഹം ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങിയ സമയത്ത് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിന്റെ അകത്ത് നിന്ന് നമ്മളോട് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായി അടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്യലിന് അദ്ദേഹം ഹാജരാകുമെന്നുള്ളൊരു കാര്യമാണ് അറിയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഓരോ ദിവസവും ഓരോ ആരോപണങ്ങൾ മാത്രമല്ല കൃത്യമായ തെളിവുകൾ സഹിതമാണ് മാതൃഭൂമി ന്യൂസ് ഓരോ ദിവസവും വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസവും അനന്തകൃഷ്ണൻ ഉൾപ്പെടെ വാർത്തകൾ കൃത്യമായിട്ടുള്ള ആ ദിവസങ്ങളിലെ പത്രവാർത്തകളും ആ ദിവസങ്ങളിലെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിവായി സമർപ്പിച്ചുകൊണ്ടാണ് ഓരോ വാർത്തയും പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആരോപണങ്ങളൊന്നും തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതുപോലെ തന്നെ ദേവസ്വത്തിന് ഒന്നും തന്നെ നിരസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദിച്ച ഓരോ ചോദ്യങ്ങൾ മാതൃഭൂമി കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തുവിട്ട വാർത്ത എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ കൂടി സംശയമാണ്. കാരണം ശബരിമലയിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതിനുള്ള ഉത്തരങ്ങൾ അടുത്ത ദിവസം അദ്ദേഹം വിജിലൻസിന് മുന്നിൽ ഹാജരായി അവിടെ പറയുമെന്നുള്ളൊരു സൂചന തന്നെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നിരിക്കുന്നത്. പ്രജീഷ്, ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം നമ്മൾ തേടാൻ ശ്രമിച്ചു. പക്ഷേ ആ പ്രതികരണത്തിനോട് അദ്ദേഹം മുഖം തിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് പോലീസിനോടായിരിക്കും അല്ലെങ്കിൽ കോടതിയോടായിരിക്കും, മാധ്യമങ്ങളോട് തനിക്കൊന്നുമായി പറയാനില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തനിക്ക് നേരെ വന്ന ഈ ആരോപണത്തിന്റെയും ആരോപണങ്ങളെ സ്വാധീകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഓരോന്നായി കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലായി മാതൃഭൂമി ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളായി പുറത്തേക്ക് വിട്ടിട്ട് പോലും ഇങ്ങനെ ആരോപണത്തിന്റെ പടുകുഴിയിൽ നിന്നിട്ട് പോലും ഒരു വരി തന്റെ നിരപരാധിത്വം ഇതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ അടിവരയിട്ട് പറയേണ്ടത്. ആ പ്രതികരണം ഒന്നുകൂടി കേൾക്കാം. ഒന്ന് സംസാരിച്ചിട്ട് പോകാം. ഞാൻ എന്റെ കാര്യങ്ങൾ അഡ്വക്കേറ്റ് മാത്രം കോടതി കൊടുത്തിട്ടുണ്ട്. മീഡിയയോട് ഇപ്പൊ സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പറയും. അതുകൊണ്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പിന്നെ തെളിയിച്ച് പുറത്തു വരേണ്ട എന്റെ ഉത്തരവാദിത്തമാണ്. താങ്ക് യു. അത് മാത്രം ഒന്ന് പറയാം. പിന്നെ വീട്ടുകാരെ ശല്യപ്പെടുത്തരുത്. ഇവിടെ വന്ന് നടന്ന കാര്യം അവരൊക്കെ തെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഇതിൽ ഒറ്റ ആളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പോറ്റി ഇത് സത്യാവസ്ഥ പോറ്റിക്കാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ അത് തീരുമല്ലോ. അപ്പൊ പിന്നെ മീഡിയ പൊതുജനം മൊത്തം അറിയത്തില്ലേ പോറ്റി? മീഡിയയാണോ ഇവിടെ തുലാസിൽ വെക്കുന്ന ഒരാൾ? അല്ല, അങ്ങനെയല്ല പോറ്റി. ഞാനൊരു ഇത് വയ്ക്കുന്നത് കോടതിയല്ലേ? അതെ പോറ്റി. എന്നാലും അല്ല, അങ്ങനെയല്ല പോറ്റി. പോറ്റിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത് മാധ്യമങ്ങളോട് അറിയിക്കാൻ പറ്റത്തില്ലേ? എന്ത് പറയാനാണ്? അല്ല പോറ്റി, നമ്മളിപ്പോ നിങ്ങളെ കുറ്റപ്പെടുത്തി മറ്റൊന്നുമല്ല പോറ്റി പറയുന്നത്. എന്ന് വെച്ചാല് അല്ല, നിങ്ങൾ എന്നെ ഘോഷിക്കാൻ ഇനി ഒന്നുമില്ല. അല്ല, ഒരിക്കലും ഇല്ല പോറ്റി. പറഞ്ഞ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഞാൻ 52 വയസ്സായ ഈ നാട്ടില് എനിക്കൊരു ഐഡന്റിറ്റി ഉള്ളതാണ്. ഈ നിങ്ങൾക്ക് തകർക്കാൻ പറ്റുന്ന മുഴുവൻ തകർത്തു. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ വന്നിരിക്കുന്നതാണ് ഇനി അടുത്ത് അവരെ തകർക്കണം, ഞാൻ ശല്യപ്പെടുത്തണം. ഒരിക്കലല്ല പോറ്റി. പോറ്റി കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇല്ല, അത് ഞാൻ കോടതി തന്നെ ഹൈക്കോടതി ലാസ്റ്റ് വന്നിരിക്കുന്നതിനകത്ത് സ്വകാര്യമായിരിക്കണമെന്നൊരു അഫിഡവിറ്റിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനല്ല. ഒരു പരിധി കൂടുതൽ വീട്ടിൽ ശല്യമായാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ കാര്യങ്ങളോട് മുഖം തിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ആകത്തുകയും പറയാനുള്ളത്.